അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങളും കോണുകളും എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് എങ്ങനെ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ വരേണ്ട നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് വരയ്ക്കാനുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പേജ് നമ്പർ 46 ഇതാ 46 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വരയ്ക്കാനായിട്ട് വരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഡ്രോ ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെന്റിമീറ്റർ. മലയാളത്തില് പരിവൃത്താരം 3.5 സെന്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം സർക്കം റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 3.5 തന്നിട്ടുണ്ട്. ഇനി വരയ്ക്കുന്ന ട്രയാങ്കിൾ എന്തായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 3 ആംഗിളും എങ്ങനെയായിരിക്കും? 60, 60, 60 ആയിരിക്കും. ഇനി അത് 60 വരണമെങ്കിൽ നമ്മൾ ഓൾറെഡി എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 60 വരണമെങ്കിൽ സെൻട്രൽ ആംഗിൾ ഇവിടെ എത്രയാണോ കിട്ടേണ്ട 60ന്റെ ഇരട്ടിയായിരിക്കണം. അപ്പൊ എത്ര ആയിരിക്കണം? 120 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന 3 സെൻട്രൽ ആംഗിൾ ഏതൊക്കെയായിരിക്കണം? 120, 120, 120. അപ്പൊ നമ്മൾ ഇത് വരയ്ക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ള സർക്കം റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 3.5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് ഇതെടുക്കുക. നമ്മൾ കോമ്പസ് എടുത്തിട്ട് അതിൽ സർക്കം റേഡിയസ് നമുക്ക് 3.5 ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം ആദ്യം. അപ്പൊ ഞാൻ ആദ്യം 3.5 ഞാൻ റേഡിയസ് എടുത്തു. ഓക്കെ, 3.5 എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ ഞാൻ ആദ്യം ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 3.5 സെന്റിമീറ്ററിൽ നമ്മളൊരു സർക്കിൾ വരച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്കറിയാം സെൻട്രൽ ആംഗിൾ ഇവിടെ എത്ര കിട്ടണം? 120, 120, 120 അല്ലേ വരയ്ക്കണ്ടേ? അപ്പൊ അതിന് ഞാൻ ആദ്യം ജസ്റ്റ് സെൻട്രൽ നിന്ന് ഒരു റേഡിയസിനെ മാർക്ക് ചെയ്തു. സെൻട്രലിൽ നിന്ന് ഞാൻ സർക്കിളിലേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പൊ നമുക്കറിയാം ഇതാണ് ഇതിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് വരുന്നത്. ഇത് എത്രയാണ്? 3.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാൻ ആദ്യത്തെ സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള 120 മാർക്ക് ചെയ്യണം. അപ്പൊ 120 മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊട്രാക്ടറിൽ നേരെ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് എടുക്കുന്നത്. അപ്പൊ ഈ സൈഡിൽ നിന്ന് 0, 10 അങ്ങനെ വന്ന് 120 എവിടെയാണോ അവിടെ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഇതാണ് നമ്മളെ ഫസ്റ്റ് ലൈൻ വരുന്നത്. അപ്പൊ ഈ ആംഗിൾ എത്ര വരുന്നത്? ഈ ഇവിടെ കിട്ടുന്ന ആംഗിൾ ഇത് 120 കിട്ടും. 120 ഡിഗ്രി കിട്ടും. ഇനി അതേപോലെ തന്നെ തൊട്ടടുത്തത് ഞാനിതാ ഇവിടെ വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഇതേ പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ അടുത്ത 120 മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ 0, 10, 20 അങ്ങനെ ഇങ്ങനെ തുടങ്ങി എവിടെ എത്തണം? 120. അപ്പൊ 120 ഞാൻ അടുത്തത് മാർക്ക് ചെയ്തു. അപ്പോ ഇതാണ് നമ്മൾ 120 വരുന്നത്. അവിടുന്ന് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു. ഇവിടെ നോക്കുക, ഞാൻ ഇതും അളന്നു 120 ആണ്. അപ്പൊ ഉറപ്പായിട്ടും ബാക്കിയുള്ള ഇത് എത്രയായിരിക്കും? 120 ആയിരിക്കും. എന്തുകൊണ്ടാ? സർക്കിൾ മൊത്തം എത്രയാണ്? 360 ആണ്. അല്ലെങ്കിൽ ഇവിടെ 120, ഇവിടെ 120 കൂടെ വന്നു കഴിഞ്ഞാൽ എത്ര കിട്ടും? 240 കിട്ടും. ബാക്കി എത്ര തന്നെ? 120 തന്നെ. ഇനി ഇതാ നിങ്ങൾ അളന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര തന്നെ കിട്ടുക? ഇതാ ഇവിടെ നോക്കുക, എത്ര തന്നെ കിട്ടിയിട്ടുള്ളതാ? ഇവിടുന്ന് ഇങ്ങനെ അളന്ന് എത്ര കിട്ടിയിട്ടുള്ളത്? 120 തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം സെൻട്രൽ ആംഗിൾ 120, 120, 120 വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ തമ്മിൽ നമ്മൾ കൂട്ടി വരയ്ക്കുക. ഇത് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്തു? ഇതേപോലെ കൂട്ടി വരച്ചു. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരച്ചു, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരച്ചു. ഓക്കെ, നമ്മൾ എല്ലാ ഭാഗം ഇനി നമ്മൾ ലേബൽ ചെയ്യാണ്. ABC എന്ന് പറഞ്ഞിട്ട് ഞാൻ ലേബൽ ചെയ്തു. ഇനി നോക്കുക, ഈ എടുത്ത ആംഗിൾ ഇപ്പൊ നടുവിൽ ഞാൻ O ആണ് മാർക്കിയെങ്കിൽ AOB, ഈ ആംഗിൾ AOB എന്ന് പറയുന്ന ഈ ആംഗിൾ 120 ആയതുകൊണ്ട് എന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 60. ഇപ്പൊ നമ്മളെല്ലാം 120 എടുത്തപ്പോ ഈ ആംഗിൾ COA എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 120 ആണെങ്കിൽ ഇവിടെ ആംഗിൾ B എത്രയായിരിക്കും? 60 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ COB, ഈ മേളിലുള്ള ആംഗിൾ 120 ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും എത്ര കിട്ടി? 60 എന്ന് കിട്ടി ഓരോ ആംഗിൾസും. അപ്പൊ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ് വരുന്നത്? എന്താ വരിക? സമഭുജ ത്രികോണം.
അപ്പൊ ഇത് സമഭുജ ത്രികോണമാണ്, അതിന്റെ റേഡിയസ് സർക്കം റേഡിയസ് എത്രയാണ് നമ്മൾ എടുത്തിട്ട് വരച്ചിട്ടുള്ളത് 3.5. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം തന്നിരിക്കുന്നതിൽ നമ്മൾ നേരെ സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ച ശേഷം എത്രയാണോ തന്ന ആംഗിൾസ് അതിന്റെ നമ്മൾ എന്ത് ചെയ്തു, ഇരട്ടി എടുത്തു. എന്നിട്ട് നമ്മൾ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്തു. ഇനി അതേപോലെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ട്രയാംഗിൾ വിത്ത് സർക്കം റേഡിയസ് 3 cm ആൻഡ് 2 ഓഫ് ദ ആംഗിൾ, ഒന്ന് 32.5 ഒന്ന് 37.5. അതിൻ്റെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം എടുത്തു 32.5, അതേപോലെ തന്നെ 37ന്റെ ഇരട്ടി, നേരെ ഇരട്ടി എടുത്തു. അപ്പൊ ഒന്ന് 65 കിട്ടി, ഒന്ന് 75 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം അത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ എത്രയാണ് റേഡിയസ് എടുക്കേണ്ടത്, 3 cm ആണ് അല്ലെ, 3 cm ആണ് റേഡിയസ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ റേഡിയസ് നമ്മൾ നേരെ സ്കെയിൽ എടുക്കുക. റേഡിയസ് 3 ഉള്ള റേഡിയസ് റേഡിയസ് 3 ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ റേഡിയസ് 3 ഉള്ള റേഡിയസ് 3 ഉള്ള ഒരു സർക്കിൾ വരച്ചു. ഇനി തന്നിരിക്കുന്ന ആംഗിൾ, 2 ആംഗിളുകളിൽ നമുക്ക് ഏതൊക്കെയായിരുന്നു 2 ആംഗിളുകൾ തന്നിട്ടുണ്ടായിരുന്നത്, 2 ആംഗിൾ 32.5 അതേപോലെ തന്നെ 37.5. അതിന്റെ രണ്ടിന്റെ ഇരട്ടിയായിട്ടുള്ള ആദ്യത്തെ 65 രണ്ടാമത്തെ 75. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഞാൻ ആദ്യം സെൻട്രൽ നിന്ന് ഒരു റേഡിയസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടുന്ന് ഇങ്ങനെ സെൻട്രൽ നിന്ന് ഒരു ലൈൻ ഞാൻ മാർക്ക് ചെയ്തു. അത് എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, 3 cm എന്നാണ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യത്തെ ആംഗിൾ 65 ആണ്. എത്രയാണ്, 65. അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചു, സെൻട്രലിൽ വെച്ചു. ഇവിടുന്നാണ് വരേണ്ടത് 0, 10, 20 അങ്ങനെ എത്രയാണ് 65 എടുത്തു. ഞാൻ ഇവിടെ 65 മാർക്ക് ചെയ്തു. ഇനി ആ മാർക്ക് ചെയ്തോടത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, സർക്കിളിൽ ഒരു ലൈൻ വരച്ചു, അടുത്തത് വരെ വരച്ചു. അപ്പൊ നമുക്കറിയാം ഇതെത്രയാണ്, 65 ആണ്. ഓക്കെ, ഇനി അടുത്തത് ചെയ്യാൻ പോകുന്ന അടുത്ത ആംഗിൾ എത്രയാണ്, അതിൽ നിന്ന് 75ലേക്ക് ഞാൻ വരച്ചു. അപ്പൊ ഞാൻ 75 എടുക്കാൻ വേണ്ടിയിട്ട് നേരെ സർക്കിളിൽ സെന്ററിലേക്ക് വെച്ചു. 75 ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ തുടങ്ങി 75 എവിടെയാണോ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഇനി അവിടെ മാർക്ക് ചെയ്ത് ഞാൻ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്തു, സർക്കിളിന്റെ സെന്ററിലേക്ക് വരച്ചു. ഇനി ഇങ്ങനെ വരച്ചു. അപ്പൊ നമുക്കറിയാം ഈ ആംഗിൾ എത്രയാണ്, 75 ആണ്. അപ്പൊ നമുക്ക് ഇനി കിട്ടിയ 3 പോയിന്റ്സ് നമ്മൾ കൂട്ടി ചേർത്തിട്ടാണ് നമ്മൾ ട്രയാംഗിൾ ഉണ്ടാക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, അതേപോലെ തന്നെ അടുത്തത് ഈ പോയിന്റിലേക്ക്, നടുവിലുള്ള ഈ പോയിന്റിലേക്ക് വരയ്ക്കുക, പിന്നെ ഇപ്പുറത്തേക്കും വരയ്ക്കുക. എവിടെ വരച്ചു. നമുക്ക് കിട്ടിയ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പേര് കൊടുക്കുകയാണ് ABC എന്ന് പറഞ്ഞ ട്രയാംഗിൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ആംഗിൾ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ആർക്കിനെ സംബന്ധിച്ച്, ഞാൻ ഇപ്പൊ ഫിഗറിൽ ഞാൻ എടുക്കുന്ന ആർക്ക് നോക്കിക്കോ, ഈ A to B എന്ന് പറഞ്ഞ ഇത് എടുക്കുകയാണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലേ 65 ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന വേറെ ഏത് ആംഗിള്, ഇതാണ് ആംഗിൾ വരിക. ഇപ്പുറത്ത് എയിൽ തുടങ്ങി സിയിൽ പോയി തിരിച്ച് ബിയിലെത്തി, എയിൽ തുടങ്ങി ബിയിലെത്തണം, അതാണ് ഈ സെൻട്രൽ ആംഗിൾ വരുന്നത്. അപ്പൊ എയിൽ നിന്ന് തുടങ്ങി സിയിൽ പോയി തിരിച്ച് ബിയിലെത്തുന്ന ഈ ആംഗിൾ ACB ഏതാണ്, ആംഗിൾ ACB. അത് എത്രയായിരിക്കും, നമ്മൾ എടുത്ത സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള 65ന്റെ നേർ പകുതിയായിട്ടുള്ള 32.5. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എടുത്തു, 32.5 കൊടുത്തു. ഇതേപോലെ നോക്കുക, 75 എന്ന് പറഞ്ഞാൽ എയിൽ തുടങ്ങി സിയിൽ എടുക്കുന്ന ഇതിന്റെയാണ് നമ്മൾ ഈ 75 എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് എയിൽ നിന്ന് തുടങ്ങി ബിയിലൂടെ പോയി സിയിലെത്തുന്ന ആംഗിൾ ABC എത്രയായിരിക്കും, 37.5 ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ എത്ര എഴുതി, 37.5. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ട്രയാംഗിൾ വരയ്ക്കണം. ഓക്കെ, റെഡിയാണ്. ഏതൊക്കെയാണ് ആംഗിൾ, ഒരു ആംഗിൾ 37.5, ഒരു ആംഗിൾ 32.5. ഇനി സർക്കം റേഡിയസ് എത്രയാണ്, 3 cm. അപ്പൊ ഇങ്ങനെയാണ് ഫിഗർ വരിക. അപ്പോ ഈ 2 ക്വസ്റ്റ്യനും ഇപ്പൊ നമുക്ക് ട്രയാംഗിളിന്റെ ആംഗിൾസ് തന്നിട്ട് അതേപോലെ തന്നെ സർക്കം റേഡിയസ് തന്നിട്ട് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി ഇവിടെ വരയ്ക്കാനുള്ളത് ഈ 2 ചോദ്യങ്ങളാണ്. ഇനി താഴോട്ടേക്ക് ഒരു ആംഗിളിന്റെ ചോദ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു ആർക്കിൻ്റെത്. ഈ ചോദ്യം കൂടെ നമുക്ക് വരയ്ക്കാം. ഇത് ജസ്റ്റ് ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി, എളുപ്പമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിലേക്ക് മൊത്തം 80 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാന്നാണ് നമ്മൾ ചോദിച്ചത്. ഒരു പാർട്ടിലേക്ക് മൊത്തം, ഒരു സെഗ്മെന്റിലേക്ക് മൊത്തം 80 കിട്ടണമെങ്കിൽ നമുക്കറിയാം ആ സെഗ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആർക്കിന്റെ
സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കണം? 80ന്റെ നേരെ ഇരട്ടി എടുക്കണം. എത്ര ആയിരിക്കണം? 160 ആയിരിക്കണം. ഇപ്പൊ 160 എടുത്തു. 160 എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് വരുന്ന എല്ലാ അപ്പുറത്തെ ഓപ്പോസിറ്റ് സെഗ്മെന്റ് വരുന്ന എല്ലാ ആംഗിളും എത്ര ആയിരിക്കും? 80 ആയിരിക്കും. ഇനി അടുത്തത് ഒരു സൈഡിൽ മൊത്തം 110 ആയിരിക്കണം. ഒരു സൈഡത്ത് മൊത്തം 110 ആണെങ്കിൽ നമ്മൾ സെൻട്രൽ ആംഗിൾ ഒരു ഇപ്പുറത്തെ സ്ഥലത്ത് എത്ര എടുക്കുക? 220 എടുക്കുക. ഇരട്ടി 220 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡത്തേക്ക് വരുന്ന എല്ലാ ഇതും എത്ര ആയിരിക്കും? 110 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1ന്റെ ഹാഫ് ആയിരിക്കണം മറ്റേത്. അപ്പൊ നമ്മൾ അതെങ്ങനെ ചെയ്തത്? 1ന്റെ ഹാഫ് എന്ന് എടുത്തപ്പോൾ നമ്മൾ 1നെ നമ്മൾ 2x കൊടുത്തു. അപ്പൊ അതിന് മറ്റേത് നേർ പകുതി എന്തായിരിക്കും? x ആയിരിക്കും. അങ്ങനെ ഈ 3 എണ്ണവും എത്രയാണ്? ഈ 2x-ഉം x-ഉം ആണ് നമുക്ക് ആംഗിൾസ് എടുക്കേണ്ടത്. നമുക്കറിയാം ഈ 2x-ഉം x-ഉം കൂടെ ഓപ്പോസിറ്റ് സെഗ്മെന്റിലുള്ള കൂട്ടി എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ കൊടുത്തു 2x-ഉം x-ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പൊ എനിക്ക് x എത്ര കിട്ടി? 6 കിട്ടി. 16 കിട്ടി. x 60 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 120 ആയിരിക്കും. ഇനി x 60 എടുക്കണമെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര എടുക്കേണ്ടത്? 120 എടുക്കണം. ഇനി 2x 120 ആണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര എടുക്കണം? 240 എടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സെൻട്രൽ ആംഗിൾ 120 എടുത്തു. ഇപ്പുറത്തെ എന്തായാലും ബാക്കി എത്ര കിട്ടുക? 240 ആണ് കിട്ടുക. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ 120 ആയിട്ടുള്ള ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇവിടെ ഈ സെഗ്മെന്റിൽ മൊത്തം എത്ര കിട്ടും? അതിന്റെ ഹാഫ് ആയിട്ടുള്ള 60 കിട്ടും. ഇനി ഇപ്പുറത്തുള്ള ഈ സെൻട്രൽ ആംഗിൾ 240 ആയതിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഏതെടുത്താലും അത് എത്ര കിട്ടുക? 120 ആണ് കിട്ടുക. ഇനി നമ്മൾ അടുത്ത ചെയ്തത് എന്തായിരുന്നു? അതേപോലെ തന്നെ ഇവിടെ ചോദ്യത്തിൽ നമ്മളോട് തന്നിട്ടുണ്ടായിരുന്നത് one part must be 1.5 times the angle in other. 1.5 മടങ്ങായിരിക്കണം. 1.5 മടങ്ങായപ്പോ നമ്മൾ എടുത്തു. ഇത് എവിടെ എങ്ങനെ എടുത്ത? 1.5 മടങ്ങ് x. 1ന് x ആണെങ്കിൽ 1 എന്തായിരിക്കും? 1.5 മടങ്ങ്. അപ്പൊ അങ്ങനെയായിരിക്കും 3/2x എന്ന് വരും. അത് ചെയ്തപ്പോ നമുക്ക് x എത്ര കിട്ടി? x നമ്മളിവിടെ കണ്ടുപിടിച്ച് 72 എന്ന് കിട്ടി. അപ്പൊ x 72 ആണെങ്കിൽ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 108 ആയിരിക്കും. അപ്പൊ 72 ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? 72ന്റെ ഇരട്ടി ആയിട്ടുള്ള 144 എടുത്തു. അങ്ങനെയാകുമ്പോൾ ഓപ്പോസിറ്റ് എത്ര കിട്ടും? 72. ഇനി ഇപ്പുറത്ത് 216 എടുത്തു. അപ്പോൾ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? 108 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പാഠത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക. അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. ചോദിക്കും നമ്മളോട് ഇപ്പൊ ഒരു സർക്കം റേഡിയസ് തന്നിട്ട് അതിന്റെ ആംഗിൾസും തരും, ട്രയാംഗിൾസിന്റെ. അപ്പോൾ ആംഗിൾ എത്രയാണോ തന്നെ അതിന്റെ ഇരട്ടി സെൻട്രൽ ആംഗിൾ എടുക്കുക, സർക്കം റേഡിയസ് വരയ്ക്കുക, നേരെ മാർക്ക് ചെയ്യുക, ഉത്തരവും. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഓരോന്നിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം.